തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അത്യുജ്വലമായ വിജയമാണ് നേടിയിരിക്കുന്നത്. ഈ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കോൺഗ്രസ് UDF നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം അമിത ആഹ്ലാദത്തിലാണ്. എന്നാൽ അവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ആളുകളെ നമുക്കൊന്ന് നോക്കിയാലോ. പാർട്ടിക്ക് വേണ്ടി ഈ അടുത്ത കാലത്ത് ജീവൻ ബലി കൊടുത്ത രക്തസാക്ഷികളുണ്ട്. ആ രക്തസാക്ഷികൾ ഇന്ന് ആകാശത്തിരുന്ന് കോൺഗ്രസിന്റെ ഈ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ടാവും. എടയന്നൂരിലെ ശുഹൈബ്, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശുഹൈബ്. ആ ശുഹൈബിന്റെ മട്ടന്നൂരിലെ എടയന്നൂരിൽ പിന്നീട് ആയിരക്കണക്കിന് ശുഹൈബുമാർ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പരിചക്ര ത്രിവർണ്ണ പതാക കയ്യിലെടുത്തത് കേരളം കണ്ടതാണ്. മട്ടന്നൂരിലും കണ്ണൂരിലും അടക്കം ഐതിഹാസിക വിജയം നേടിയ കോൺഗ്രസിന്റെ ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ശുഹൈബ് ഇന്ന് എടയന്നൂർ പള്ളിക്കാട്ടിലെ മൈലാഞ്ചിച്ചെടിക്കടിയിൽ അന്തിയിറങ്ങുന്ന ശുഹൈബ് ആകാശത്തിരുന്ന മാലാഖമാർക്കിടയിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരത്ലാലും കൃപേഷും കാസർഗോഡ് ജില്ലയിലെ പെരിയയിലെ കല്യോട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് കല്യോട്. ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ചെറുപ്പക്കാരായ ആളുകൾ, CPM-ലെ കുടുംബങ്ങളിൽ നിന്ന് പോലും ചെറുപ്പക്കാരായ ആളുകൾ കോൺഗ്രസിലേക്ക് കൂട്ടമായി കടന്നു വരികയാണ്. ആ കോൺഗ്രസിന്റെ അഭൂതപൂർവമായ വളർച്ച കണ്ട് വിരളെ പിടിച്ച CPM-ന്റെ ക്രിമിനലുകൾ ഒരു തീരുമാനമെടുത്തു. ശരത്ലാലിനെയും കൃപേഷിനെയും ഇല്ലായ്മ ചെയ്യണം. ആ ശരത്ലാലിനെയും കൃപേഷിനെയും ഇല്ലായ്മ ചെയ്യുന്നതിന് 4 ദിവസം മുമ്പ് പെരിയയിലെ ഒരു പൊതുസമ്മേളനത്തിൽ CPM-ന്റെ ഇന്നത്തെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP മുസ്തഫ വന്ന് പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരുടെ തല തെങ്ങൻ പൂക്കലെ ചിതറുന്ന പോലെ കല്യോട്ടിന്റെ മണ്ണിൽ ചിതറിക്കുമെന്ന്. ആ പ്രസംഗം കഴിഞ്ഞ 4 ദിവസങ്ങൾക്കിപ്പുറം പെരുങ്കളിയാട്ടത്തിന് സമയം കുറിച്ച് കടന്നു വരികയായിരുന്ന 2 ചെറുപ്പക്കാരെ വെട്ടിനുറുക്കിയ CPM. പിന്നീട് CPM-ന് നഷ്ടമായത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്. CPM-ന്റെ പൊന്നാപുരം കോട്ടയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 2 തെരഞ്ഞെടുപ്പിൽ വെന്നിക്കൊടി പാറിച്ചത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും സ്മരണകൾ ഇരമ്പുന്നത് കൊണ്ട് മാത്രമാണ്. അതിനുശേഷം പിന്നീട് CPM കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങ് ആകാശത്തിരുന്ന ശരത്ലാലും കൃപേഷും കോൺഗ്രസിന്റെ ഈ വിജയത്തിൽ അത്യാഹ്ലാദം പങ്കിടുന്നുണ്ടാവും. മറ്റൊരാൾ പുന്ന നൗഷാദ്. മുസ്ലിം ചെറുപ്പക്കാരുടെ മസ്തിഷ്കത്തിനകത്തേക്ക് തീവ്രവാദത്തിന്റെ വിഷവിത്ത് പാകുന്ന SDP എന്ന് പറയുന്ന തീവ്രവാദ കൂട്ടത്തെ നെഞ്ചുവിരിച്ച് നേരിട്ടതിന്റെ പേരിൽ മാത്രം ജീവൻ ബലി നൽകേണ്ടി വന്ന ചാവക്കാട് പുന്നയിലെ കോൺഗ്രസ് നേതാവ് നൗഷാദ്. ആ നൗഷാദ് പുന്നയിലെ എല്ലാമായിരുന്നു. നൗഷാദ് ജനിച്ചു വീണത് ഇസ്ലാം മതത്തിലാണ്. പക്ഷേ പുന്നയിലെ അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു നൗഷാദ്. ഒരു നാടിന് അത്രത്തോളം വേണ്ടപ്പെട്ട ചെറുപ്പക്കാരൻ ആ നൗഷാദിനെ വെട്ടിയരിഞ്ഞപ്പോൾ SDP-യുടെ തീവ്രവാദ കൂട്ടം കരുതിയത് കോൺഗ്രസ് പുന്നയിൽ നിന്ന് ഇല്ലാതാവുമെന്നാണ്. എന്നാൽ ഒരു നൗഷാദിന് പകരം 1000 നൗഷാദുമാർ പുന്നയിലും ചാവക്കാടും പിറവിയെടുത്ത SDP-യുടെ തീവ്രവാദ രാഷ്ട്രീയത്തിനെതിരെ നെഞ്ചുവിരിച്ച് നിൽക്കുന്നതിന് കേരളം പുന്നയും സാക്ഷിയായി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 6-ാം വാർഡിൽ പുന്ന വാർഡിൽ നൗഷാദിന്റെ ഭാര്യ ഫെബിന നൗഷാദാണ് മത്സരിച്ചത്. ഫെബിനയ്ക്ക് വൻ ഭൂരിപക്ഷം നൽകിയാണ് നൗഷാദിന്റെ സഹപ്രവർത്തകരും പുന്നയിലെ നാട്ടുകാരും ഫെബിനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചത്. ഇത്തരത്തിൽ ഒരുപാട് ധീര രക്തസാക്ഷികളുടെ ഓർമ്മ തുളുമ്പുന്ന ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനൊരു വൈകാരികമായ തെരഞ്ഞെടുപ്പാണ്. ഒരുപാട് രക്തസാക്ഷികളുണ്ട് കോൺഗ്രസിന്. അവരിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ നാവിൻ തുമ്പിൽ പേര് വന്ന ചിലരുടെ പേര് മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. മറ്റൊരാൾ കൂടി പറഞ്ഞു വെക്കാം. പേരാമ്പ്രയിലെ അറക്കൽ സിജു. യാത്രാവകാശ സംരക്ഷണ പോരാട്ടത്തിൽ ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന പേരാമ്പ്ര CKG കോളേജിലെ KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായിരുന്നു അറക്കൽ സിജു. അറക്കൽ സിജുവിന്റെ ഓർമ്മകൾ തുളുമ്പുന്ന പേരാമ്പ്രയുടെ മണ്ണിൽ വെച്ചാണ് CPM-ഉം പോലീസും ചേർന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വടകര MP-യെ അതിക്രൂരമായി തല്ലിച്ചതച്ച് വേട്ടയാടിയത്. CPM-ന്റെ ആജ്ഞാനുവർത്തികളായ പോലീസുകാർ വേട്ടയാടിയ ഷാഫിയെ വേട്ടയാടിയ പേരാമ്പ്രയുടെ മണ്ണ്, അറക്കൽ സിജുവിൻ എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഓർമ്മ തുളുമ്പുന്ന മണ്ണ്. ആ അറക്കൽ സിജുവിന്റെ ഓർമ്മ തുളുമ്പുന്ന പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിലെ പേരാമ്പ്ര, ചക്കിട്ടപ്പാറ, കൂത്താളി, ചങ്ങരോത്ത് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ഐതിഹാസിക വിജയമാണ് കോൺഗ്രസ് നേടിയത്. CPM-ന്റെ പൊന്നാപുരം കോട്ടയായ നൊച്ചാട് പഞ്ചായത്തിലേക്ക് കടന്നു കയറി പൊളിച്ചാൽ കഴിയാത്തൊരു കോട്ടയുമില്ലെന്ന് സധൈര്യം പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
ആ രക്തസാക്ഷികൾ ഇനിയും ഒരുപാട് ആളുകളുണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്തവർ. അവരുടെ ഒക്കെ കഥ വരും ദിവസങ്ങളിൽ പറയാം. ഇന്ന് പുന്നൻ നൗഷാദിന്റെയും അറക്കൽ സുജുവിന്റെയും എടയന്നൂരിലെ ഷുഹൈബിന്റെയും ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന ആ ആളുകളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ കോൺഗ്രസിന്റെ ജയം ആ ഇവരെ സ്നേഹിക്കുന്ന രക്തസാക്ഷികളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആവേശം പകരുന്നതാണെങ്കിൽ, അങ്ങ് സ്വർഗത്തിലെ മാലാക കൂട്ടങ്ങൾക്കിടയിൽ ഇരിക്കുന്ന ഈ രക്തസാക്ഷികൾക്ക് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത, തങ്ങൾ വിശ്വസിച്ച ആദർശത്തിന് വേണ്ടി ജീവൻ കൊടുത്ത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റിയതിന്റെ പേരിൽ ജീവൻ കൊടുത്ത പ്രിയപ്പെട്ട രക്തസാക്ഷികൾ ഇന്ന് സ്വർഗത്തിലിരുന്ന് ചിരിക്കുന്നുണ്ടാകും. തങ്ങളുടെ പ്രസ്ഥാനം നേടിയ അത്യുജ്വലമായ വിജയത്തിൽ ആവേശവും ആഹ്ലാദവും പ്രകടിപ്പിക്കുന്നുണ്ടാവും.